സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റവും അധികം ആകാംക്ഷയും അതേപോലെ തന്നെ ഏറ്റവും വ്യാകുലപ്പെടുന്ന ഒരു സമയമാണ് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ. അങ്ങനെ അസുഖം വരുമ്പോൾ നമ്മൾ ആദ്യം തേടി പോകുന്നത് ഡോക്ടറെയാണ്, ക്ലിനിക്കിനെയാണ്, അതുപോലെ സ്പെഷ്യലിസ്റ്റിനെയാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു ക്ലിനിക്കിൽ ഏത് ഡോക്ടർ ഉണ്ടെന്നോ, ആ ഡോക്ടർ അവൈലബിൾ ആണെന്നോ, ആ ഡോക്ടറിലെ ആ ക്ലിനിക്കിൽ പോകുമ്പോൾ നമ്മുടെ ഇൻഷുറൻസ് നമുക്ക് ലഭിക്കും എന്നുള്ള നിരവധി ക്വസ്റ്റ്യൻസ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക്, ഒരുപാട് പ്രോബ്ലംസിന് ഒരു സൊല്യൂഷനാണ് യൂണിഡോക്. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു മയൂർക്ക. നിജിൽ ഇബ്രാഹിം കുട്ടിയാണ് കൂടെ, ദ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ദ CEO ഓഫ് യൂണിഡോക്. യൂണിഡോക് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇത്രയും ഡോക്ടേഴ്സിന് ഏതാണ്ട് 700ഓളം ക്ലിനിക്കുകളും അതേപോലെ തന്നെ 10,000-ലധികം ഡോക്ടേഴ്സും അടങ്ങുന്ന ഈ ഒരു ഇതിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വരാൻ കാരണം എന്തായിരുന്നു? ഞാൻ ആദ്യമായിട്ട് ദുബായിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഫാമിലിയൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, ഒരു ദിവസം എൻ്റെ മോൾക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ ചെയ്യണ മാതിരി ഏറ്റവും അടുത്ത ക്ലിനിക്കിൽ പോയി. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവിടെ പീഡിയാട്രീഷ്യൻ സർവീസ് ഇല്ല. അപ്പോൾ അവർ പറഞ്ഞ് വേറൊരു ക്ലിനിക്ക് ഉണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീഡിയാട്രീഷ്യൻ ഉണ്ട്, അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ ആ ക്ലിനിക്കിൽ ചെന്നു. അപ്പോൾ അവിടെ പീഡിയാട്രീഷ്യൻ ഉണ്ട്, പക്ഷെ ഒരു പ്രോബ്ലം, ഞങ്ങളുടെ ഇൻഷുറൻസ് അവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ ഇത് നമ്മൾ സാധാരണ നാട്ടിൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അല്ല, അല്ലെങ്കിൽ ഒരു ചലഞ്ച് അല്ല. UAE നമ്മൾ ഇൻഷുറൻസ് കവേർഡ് ആയത് കാരണം, 100% ഇൻഷുറൻസ് കവേർഡ് ആയത് കാരണം അതൊരു മാൻഡേറ്ററി ആണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്ലിനിക്ക് ആണോ എന്നുള്ളതാണ്. പിന്നെ ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പീഡിയാട്രീഷ്യൻ സർവീസ് അവൈലബിൾ ആയിരുന്നെങ്കിലും പീഡിയാട്രീഷ്യൻ ആ സ്പെസിഫിക് ടൈമിലില്ല. ഞങ്ങളുടെ ഒരു 2 മണിക്കൂർ ഈ ഡോക്ടർ ക്രിട്ടിക്കൽ സമയമാണ്. മോളാണ് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാനിക് ആവുന്നത്. 2 മണിക്കൂറോളം നമുക്കത് സമയം പോയി. അപ്പൊ അന്ന് മുതൽ ഞാൻ ആലോചിക്കുന്നുണ്ട്, നമുക്ക് ഒരു ആപ്പിൽ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം 15 മിനിറ്റ് കൊണ്ട് എത്തും, നമുക്ക് ഒരു കാർ വിളിക്കണമെന്നുണ്ടെങ്കിൽ, ടാക്സി വിളിക്കണമെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഒരു ആപ്പിൽ കൂടെ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റിന് അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റിയും അവര് നമ്മുടെ ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന പോസിബിലിറ്റീസും വെച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ആദ്യം കുറെ നാളായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഒരു 2021 ആയപ്പോഴാണ് അത് ഒരു പ്രാക്ടിക്കലി ഒരു മോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയും 3 ഇയേഴ്സ് ആയി. കാരണം നമ്മള് വളരെയധികം ടൈമും എഫേർട്ടും ഇട്ടാണ് ഇത് ഡോക്ടർമാരെ, ഇപ്പൊ മുനീർക്ക് പറഞ്ഞ പോലെ 700ഓളം ക്ലിനിക്കുകളും എല്ലാ ഇമ്പോർട്ടന്റ് വലിയ ഹോസ്പിറ്റൽസും അല്ലല്ല, എല്ലാ വലിയ ഹോസ്പിറ്റൽസും ഉണ്ട്. ആസ്റ്റർ, NMC, സുലൈഖ, അൽസറ, എല്ലാ ഹോസ്പിറ്റൽസും ഉണ്ട്. എനിക്ക് തോന്നുന്നു UAE 2 മെയിൻ ഹോസ്പിറ്റൽ വെച്ച് ബാക്കി എല്ലാ ഹോസ്പിറ്റലും ഞങ്ങളുടെ ആപ്പിൽ കൂടെ അവിടുത്തെ ഡോക്ടർമാരുടെ സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. അതെ, അവിടുത്തെ ഡോക്ടർമാരുടെ ബുക്കിംഗ് അപ്പോയിന്റ് ചെയ്യാം, ബുക്കിംഗ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ 10,000-ൽ കൂടുതൽ ഡോക്ടേഴ്സിന് നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൺ എ ഡെയിലി ബേസിസ് ആ നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ഫീച്ചേഴ്സ്? ഇപ്പൊ നമ്മൾ ആപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആപ്പിൽ നമുക്ക് ചൂസ് എ ഡോക്ടറെ ചൂസ് ചെയ്യാം, ക്ലിനിക്ക് ചൂസ് ചെയ്യാം, സ്പെഷ്യാലിറ്റി വൈസ് സെർച്ച് ചെയ്യാം, ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിന്റെ ബുക്കിംഗ് പ്രോസസ് എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഇത് വളരെ സിമ്പിൾ ആപ്പായിട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തേക്കുന്നത് 3 പാരാമീറ്റേഴ്സ് വെച്ചാണ് ഞങ്ങൾ സെർച്ച് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏത് സ്പെഷ്യാലിറ്റിയാണ് എന്നുള്ളത്, ENT വേണോ എന്നുള്ളത്. ENT എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ഏത് ENT ആണോ, ലൊക്കേഷൻ അടക്കം, അതായത് കാണിക്കുന്നത് ലൊക്കേഷൻ ബേസിസിലായിരിക്കും. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ENT നമ്മുടെ ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും കാണിക്കുന്നത്. ഇൻഷുറൻസ് ആദ്യം നമ്മൾ കൊടുക്കണം, രജിസ്റ്റർ ചെയ്യണം. അപ്പൊ നമ്മള് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇൻഷുറൻസിന്റെ ബേസിസിലായിരിക്കും ഡാറ്റ കാണിക്കുന്നത്. ഇൻഷുറൻസ് ആഡ് ചെയ്തില്ലെങ്കിൽ എല്ലാ ഡാറ്റയും കാണിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ആപ്പ് വേണ്ട, നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെതും നമ്മുടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാം. പക്ഷെ അത് ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക്
കുറച്ച് പേർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ മെയിൻലി ഈ ഇൻഷുറൻസ് ഇതുമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഇതിപ്പോ നമുക്ക് 24 hours യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ അതായത് രാത്രിയാണ് നമുക്ക് എന്തെങ്കിലും അത് എമർജൻസി അല്ലാത്ത സിറ്റുവേഷൻ, രാത്രി നമുക്കൊരു സംഭവം നമുക്ക് തോന്നുന്നു, അത് പിറ്റേന്നാണ് അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് അതൊരു ബുക്ക് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ 24/7 മിക്ക ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ക്ലിനിക്കിലോ രാത്രി വിളിച്ചാൽ കിട്ടില്ല, ബുക്കിംഗ് ചെയ്യാൻ പറ്റില്ല. അതിന് വലിയൊരു സൊല്യൂഷൻ കൂടിയാണ് ഇത്. 24/7 നമുക്ക് രാത്രിയാണ് നമുക്ക് ഒരു വയറുവേദന ഫീൽ ചെയ്യുന്നത്, നമുക്ക് നാളെ ഡോക്ടറെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് മൊബൈൽ ആപ്പിൽ പോയിട്ട് നോക്കാം ഏതാണ് നിയറസ്റ്റ് ഡോക്ടർ അവൈലബിലിറ്റി ഉണ്ടാ നമുക്ക് ബുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ആപ്പ് തുടങ്ങിയതിന് ശേഷം ആഡ് ചെയ്ത 1-2 വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഭയങ്കര യൂസ്ഫുൾ ആകാവുന്ന ഫീച്ചേഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഇപ്പൊ നമ്മൾ മലയാളികൾക്ക് ഒരു ഡോക്ടറെ കാണണം എന്ന് പറയുമ്പോൾ ഒരു മലയാളി ഡോക്ടറെ ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് വേരിയബിൾസ് ഉണ്ട്. അപ്പൊ അത് ഇപ്പോഴത്തെ വേർഷനിൽ നമ്മൾ ഡോക്ടർമാരെ സെർച്ച് ചെയ്യുമ്പോൾ ഡോക്ടറിന്റെ പ്രൊഫൈലിന്റെ ഒപ്പം ഭാഷ എഴുതിയിട്ടുണ്ടാവും, ഏതൊക്കെ ലാംഗ്വേജ്, മലയാളം സംസാരിക്കോ ഫ്രഞ്ച് ആണോ എന്നുള്ളത് അറിയാം, അവരുടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്, എത്ര എന്തൊക്കെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻസ്, ഇത്രയും അവരുടെ പ്രൊഫൈലിലുണ്ട്. അതില് നമ്മളിപ്പോ തന്നെ അതൊരു ഫിൽട്ടർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫിൽട്ടർ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സിന് അത് സെലക്ട് ചെയ്യാം. മലയാളം മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന ഡോക്ടർമാരെ മാത്രം നമുക്കിത് കാണാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 3 ക്ലിക്കിൽ സംഭവം അപ്പോയിന്റ്മെന്റ് കൺഫേം ആവും. ഓക്കെ. ഇനിയിപ്പോ ഇനി കേസിൽ ഇപ്പൊ നമ്മളൊരു ബുക്ക് ചെയ്തു, ആസ്ട്രോളർ ഒരു ഡോക്ടർ നമ്മൾ കണ്ടു, ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രോസസ് എങ്ങനെയാ നടക്കുക? നാളെ രാവിലെ അത് അവിടെ ഓൾറെഡി ആ കലണ്ടറിൽ അവരുടെ കാണിക്കുക. അപ്പൊ നമ്മുടെ ലൈവായിട്ട് ലിങ്ക് ആയിട്ടുള്ള ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഏത് സമയത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും അപ്പൊ തന്നെ അവരുടെ അപ്പോയിന്റ്മെന്റ് അവരുടെ ഹോസ്പിറ്റലിൽ ഓൾറെഡി കാണിച്ചിരിക്കും. ഓക്കെ. അപ്പൊ അത് അവൈലബിൾ ആണോ ഇല്ലയോ നോക്കിയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റഡ് ആണ്. ഓൾറെഡി ഇന്റഗ്രേറ്റഡ് അല്ലാത്തവർക്ക് അവിടെ ഇന്റഗ്രേറ്റഡ് അല്ലാത്തവർക്ക് അറൌണ്ട് 15 മിനിറ്റ് ടൈം എടുക്കും. നമ്മൾ അവർക്ക് അവരുടെ ബുക്കിംഗ് ടീമിലേക്ക് മെസ്സേജ് പോകും, എന്നിട്ട് അവർ 15 മിനിറ്റിനുള്ളിൽ അത് അവർ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ ആപ്പിൽ തന്നെ ഒരു കൺഫർമേഷൻ അപ്ഡേറ്റ് വരും, കിട്ടും. ഓക്കെ. ഇനി ഒരു വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണിത്. ആക്ച്വലി ഇത് തുടങ്ങിയ സമയത്ത് ആദ്യം നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഹൗ വാസ് ദ റിയൽ ലൈഫ്? കാരണം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മാർക്കറ്റിൽ. അപ്പൊ അവർക്ക് ഈ 3 വർഷമായിട്ട് 700 ക്ലിനിക്സ് ഇഷ്ടമുള്ള ജോക്ക്. ഇറ്റ്സ് റിയലി അമേസിംഗ് അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ എത്തിയ ഒരു ജേർണിയെ കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് തുടങ്ങി, അതിലേക്ക് അതിന് പ്രതിസന്ധികൾ, അത് തരണം ചെയ്ത രീതി എങ്ങനെയായിരുന്നു? അത് ഞാൻ ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്തിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു ആപ്പിന്റെ ആവശ്യമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആപ്പ് ബിൽഡ് ചെയ്യുന്നത്. ആപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കൊള്ളാം, വളരെ നല്ലൊരു ആപ്പാണ്, നമ്മൾ മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോഴേക്കും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് 2021 ഇത് ആയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഭയങ്കര സർപ്രൈസിംഗ്ലി നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജസിൽ, അത് എനിക്ക് തോന്നുന്ന എല്ലാ ബിസിനസ്സിലും എന്ത് പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഇനീഷ്യൽ ഡിഫിക്കൽട്ടീസ് നമ്മൾ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്ത്. കാരണം ഓരോ ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ അവരുടെ റിക്വയർമെന്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു ഭയങ്കര കസ്റ്റമൈസ്ഡ്. അവർ പറയും ഞങ്ങൾക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10 ക്ലിനിക്കിൽ പോയാൽ നമുക്ക് ഒരു 20 ഡിഫറെന്റ് സജഷൻസ് വരും ഈ ആപ്പിൽ ചേഞ്ച് ചെയ്തിട്ട്. അപ്പൊ ഞങ്ങൾ ആദ്യം ഇത് ചേഞ്ച് ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിന്നത്. പിന്നെ മനസ്സിലായി നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ ആപ്പ് റെഡി ആവില്ല, പണി ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ആയിട്ട് തിരിച്ച് പിന്നെയും നമ്മുടെ ഈ ഹോസ്പിറ്റൽസിലും ക്ലിനിക്സിലും പോയി സംസാരിച്ചിട്ട് അവരെ കൺവിൻസ് ചെയ്ത് അവർ ഓൺ ബോർഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ഒരു 3 മാസം നമുക്ക് ആരെയും ഒരു ക്ലിനിക്കിനെയും കിട്ടിയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം
ഞാനിത് ഭയങ്കര പ്രതീക്ഷയോടുകൂടി യു ആർ എ വെരി സെൻസിറ്റീവ് പേഴ്സൺ ആണ്. അപ്പൊ ഭയങ്കര വിഷമമായി. ഞാൻ വിചാരിച്ചു ഇത് നടക്കൂല, ക്ലോസ് ചെയ്യുക എന്നുള്ളത് ഇതുവരെ ചിന്തിച്ചു. അപ്പോൾ ഞങ്ങളൊരു ടീം മെമ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീം മെമ്പർ നസീമ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി. അപ്പം നസീമ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നസീമ ഇതേപോലെ പോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നസീമ പോയിട്ട് 3 ക്ലിനിക്സ് ക്ലോസ് ചെയ്തിട്ടൊന്ന് അപ്രൂവൽ എടുത്തിട്ട്. അപ്പോൾ അതോടുകൂടി ഞാൻ എക്സൈറ്റഡ് ആയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വർക്ക്ഔട്ട് ആകും എന്ന് മനസ്സിലായി. അപ്പൊ മോർ ദാൻ ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സ്, നസീമ ഉണ്ട്, പിന്നെ സനിൽ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, പാറുലാണ് പ്രൊജക്റ്റ് ആയിട്ട്, പാറുല് ഉണ്ട്, പിന്നെ ഖൈറുന്നിസ. അപ്പൊ അങ്ങനെ കുറച്ച് ചെറിയൊരു ടീം മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ മെഡിക്കൽ അസിസ്റ്റൻസ് ഡിവിഷൻ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ ടീമിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. IT ടീം. യു ആർ ബേസിക്കലി ഇപ്പൊ വർഷങ്ങളായിട്ട് ഈ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ തന്നെ കളിക്കുന്ന ഒരാളായതുകൊണ്ട് നാട്ടിലെ ആംബുലൻസും കാര്യങ്ങളും, ഇവിടെ ഇപ്പൊ എയർ ആംബുലൻസ്, ബ്ലൂ ഡോട്ട്, നിങ്ങൾ വലിയൊരു നെറ്റ്വർക്കിന്റെ ഓരോരോ എക്സ്പീരിയൻസ് എങ്ങനെ ഇതിനെ സഹായിച്ചത്? അത് ഭയങ്കരമായിട്ട് സഹായിച്ചു. ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഈ ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ട്, ഈ നെറ്റ്വർക്ക്, ഞങ്ങൾക്ക് ഹോസ്പിറ്റൽസിലും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള നെറ്റ്വർക്ക്, ഞങ്ങളുടെ ഡോക്ടേഴ്സിന്റെ നെറ്റ്വർക്ക് ഒക്കെ ഭയങ്കരമായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് തന്നെ ആണ് സത്യമാണ്. അപ്പൊ ഈ പ്രതിസന്ധികളൊക്കെ വന്നപ്പോ ഏതൊക്കെ സമയത്ത് ഇത് വേണ്ടായിരുന്നു നിർത്തി പോകാന്ന് തോന്നിയിട്ടുണ്ടോ? ഇനീഷ്യലി ഉള്ള ആ ഒരു തോന്നലാണ് എനിക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ അത് മാറിക്കഴിഞ്ഞോടുകൂടെ പിന്നെ എനിക്ക് ക്ലിയർ ആയിരുന്നു. റവന്യൂ ജനറേറ്റ് ചെയ്ത് തുടങ്ങി. നമുക്കിപ്പോ മാസം 6000-ഓളം ബുക്കിംഗ്സ് നടക്കുന്നുണ്ട് നമ്മുടെ ആപ്പ് ത്രൂ. ഇതില് എങ്ങനെയാണ് ഇതിന്റെ മെത്തഡോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പം ഹൗ യു കസ്റ്റമർ പേ ചെയ്യണോ, പേഷ്യന്റ് പേ ചെയ്യുന്നതാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു പേയ്മെന്റ് സിസ്റ്റം ഇതിനകത്തുണ്ടോ? ഈ ആപ്പ് തുടങ്ങിയപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് വളരെ ക്ലിയർ ആയിരുന്നു. ഇത് നമ്മളുടെ കസ്റ്റമർ ജേർണി എത്രത്തോളം ഈസിലി ആക്കുക എന്നുള്ള ഒബ്ജക്റ്റീവ് മാത്രമേ. ഇത് നമ്മളൊരു പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ട് തുടങ്ങിയേക്കുന്നതല്ല. വളരെ ക്ലിയർ ആയിട്ട് ഒരു കസ്റ്റമറിന് ഒരു ഡോക്ടറിനെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളത് മാത്രം. 1 2 3 അതിൽ നടക്കണം. അതൊരു ഭയങ്കര ഡിഫറൻസ് അവരുടെ ലൈഫിൽ ഉണ്ടാക്കും എന്ന് വിശ്വസിച്ച് നമ്മൾ തുടങ്ങിയ ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂസേഴ്സിന് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഹോസ്പിറ്റൽസിന് നമ്മളൊരു വളരെ ചെറിയ ഒരു നോമിനൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഫീസ് ഒരു ബുക്കിങ്ങിന്. അത് എനിക്ക് അറിയാനുണ്ടായിരുന്നത് സാധാരണക്കാരനെ യൂസ് ചെയ്യുമ്പോൾ ഫ്രീ ആണ്. അതേപോലെ ഇത് യൂസ് ചെയ്ത് ബുക്ക് ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് അഡീഷണൽ ഫീസും വരുന്നില്ല. ഇപ്പൊ ഇതിൽ പെടാത്ത ഇപ്പം 700 അല്ലല്ലോ, ആയിരക്കണക്കിന് ക്ലിനിക്സും ഹോസ്പിറ്റൽസും ഇപ്പം ഇവിടെ ഉണ്ട്. മലയാളികൾ തന്നെ ഒരുപാടുണ്ട്, ഡോക്ടേഴ്സ് ഒരുപാടുണ്ട്. അപ്പം ഈ അതായത് ഈ എന്താണ് നമ്മൾ പറയുന്ന അലോപ്പതി ഡോക്ടേഴ്സ് അല്ലാതെ മറ്റ് ഡോക്ടേഴ്സിന്റെ സർവീസ് ഇതിനകത്ത് എല്ലാ മെഡിക്കൽ ഫീൽഡിലുള്ള സർവീസുകളും, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, യുനാനി എല്ലാം അതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്ലാസ്റ്റിക് സർജറി റിലേറ്റഡ് ഇതൊക്കെ നമ്മൾ 35ഓളം സ്പെഷ്യാലിറ്റീസ് ഇത് നമുക്ക് ഈ ആപ്പിൽ കൂടെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനിയും ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, ഇനി ഒരുപാട് ക്ലിനിക്സ് നടത്തുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ എൻ്റെ ഒരു അഭിപ്രായം, ഈ ഒരു ആപ്പ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടോ അവരുടെ ഒരു ബുക്കിംഗ് ജേർണി ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. അത് 100% അത് ആ ജേർണി വളരെ ഈസി ആക്കുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുക നിങ്ങളുടെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും പോയി അവരുടെ ഓണേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് എത്രയും ഈസിലി നമ്മുടെ സർവീസ് അവൈലാക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അത് മാത്രമാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. വെരി ഗുഡ്. ഇനി വാട്ട് നെക്സ്റ്റ്? അപ്പൊ നമ്മൾ അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പല റിക്വയർമെന്റ്സും നമുക്ക് വരുന്നുണ്ട്.
പക്ഷെ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് മാത്രമാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ഇത് ചെയ്യണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വൺസ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി റെഡി, എസ്റ്റാബ്ലിഷ്ഡ്, എവരിബഡി സ്റ്റാർട്ടഡ് യൂസിങ്, നമ്മള് ടെലി കൺസൾട്ടേഷൻ സർവീസ് ഇപ്പൊ യുഎഇയിൽ വളരെ, പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്ത് ഇതിനകത്ത് ഒത്തിരി ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഐ സ്റ്റിൽ റിമെമ്പർ കൊറോണ സമയത്തൊക്കെ അതിനുശേഷമാണ് ഈ ടെലിമെഡിസിന്റെ ഒരു കാറ്റഗറി തന്നെ ദുബായിൽ, പിന്നെ യുഎഇ ഗവൺമെന്റ്, ദുബായ് ഗവൺമെന്റ് ഒക്കെ വളരെ പോസിറ്റീവായിട്ട് പുഷ് ചെയ്യുന്ന ഒരു ഇതാണ് ടെലി കൺസൾട്ടേഷൻ. അപ്പൊ നമ്മള് അടുത്ത നമ്മളുടെ ഇനിഷ്യേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇതിലുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും കണ്ട് നേരിട്ട് ഫിസിക്കലി പോവാണ്ട് ഇനീഷ്യൽ ഇത് നമുക്ക് ടെലികൺസൾട്ടേഷൻ. കാരണം ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ഒരു ചെറിയൊരു പഠനം ആ സമയത്ത് നടത്തിയപ്പോ ഇപ്പം സാധാരണ രീതിയിൽ ഈ ഷുഗർ, ക്രോണിക് ആയിട്ടുള്ള അസുഖമുള്ള ആൾക്കാരാണ്, അവർക്ക് ഡോക്ടറെ കാണുന്നത് ജസ്റ്റ് ഓക്കെ ആണോ നോക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ആ മരുന്നൊന്നും ഇത് 1 മാസം കൂടെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ ഡെലിവറി സർവീസസ് ആണ്. അപ്പൊ ഒരാൾക്ക് മെഡിസിൻ വേണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ക്രോണിക് പേഷ്യൻസിനൊക്കെ എല്ലാ മാസവും ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി, അതായത് അവർക്ക് ഇരുന്ന് സെപ്പറേറ്റ്ലി ഓർഡർ ചെയ്യാണ്ട് ഓട്ടോമാറ്റിക്കലി അവർക്ക് ടൈം ആകുമ്പോൾ എത്തിച്ചു കൊടുക്കുക. ഷെഡ്യൂൾഡ് സപ്ലൈയും അത് കൂടാണ്ട് അവർക്ക് എന്തെങ്കിലും ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബില്ല് സ്കാൻ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ എഗെയിൻ ഇത് നമ്മള് ബിസിനസ് കട്ട് ചെയ്യാനല്ല, നമ്മള് നിയറസ്റ്റ് ഫാർമസിയിൽ നിന്ന് അത് എത്തിക്കുക എന്നുള്ളതാണ്. അതും എക്സിസ്റ്റിംഗ് സിസ്റ്റം, എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ എങ്ങനെ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് സർവീസ് ഡെലിവർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ ഒബ്ജക്റ്റീവ്. നമുക്ക് മെഡിസിൻ വാങ്ങിച്ച് ട്രേഡിംഗിലേക്ക് കിടക്കാൻ താല്പര്യമില്ല. You are just connecting the people to serve the people better, faster and accuracy. കുറച്ചുകൂടി അക്യുറസിയും കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടും ബെറ്റർ ആയിട്ടും എങ്ങനെ സെർവ് ചെയ്യാന്നുള്ളതാണ് മെയിൻ മോട്ടോ. ആൻഡ് എസ്പെഷ്യലി ഇപ്പോൾ ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ പിന്നെ ഈ പറഞ്ഞ പോലെ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. കാരണം ഒന്ന് അപ്രൂവൽസ് കാര്യങ്ങൾ, പിന്നെ ഒന്ന് ഇതിന്റെ സൈഡ് എഫക്ട്സും മറ്റു കാര്യങ്ങളും വരാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ടച്ചിങ് ദ ലൈഫ്സ് ഓഫ് ദ പീപ്പിൾ. ഇത് മുന്നോട്ട് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ യുഎഇയിൽ നോക്കിക്കഴിഞ്ഞാൽ യുഎഇയുടെ എല്ലാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്സും റെഗുലേറ്ററി കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റ് ആണ്. ഞങ്ങളുടെ ഈ ആപ്പ് DHA അപ്രൂവ്ഡ് ആണ്, DOH അപ്രൂവ്ഡ് ആണ്, MOH അപ്രൂവ്ഡ് ആണ്. ഇത് മൂന്നും അതും സെപ്പറേറ്റ് അപ്രൂവൽസ് ആണ്. നമുക്ക് മാസങ്ങളോളം പണിയെടുത്ത് കിട്ടിയ അപ്രൂവൽസ് കിട്ടിയതാണ്. അതേപോലെ ഹിപ്പ കംപ്ലൈന്റ് ആണ്, വളരെ പ്രൈവസിയും സെക്യൂരിറ്റിയും ഒക്കെ ഇത് ചെയ്യുന്ന ഹിപ്പ കംപ്ലൈന്റ് ആയിട്ടുള്ള ആപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ക്ലിയർ ആണ് നമ്മൾ എന്താണ്. യെസ്, ആൻഡ് വളരെ ക്ലിയർ ആയിട്ടുള്ള പിന്നെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വിഷനോട് കൂടിയാണ്. എന്തായാലും തൗസൻഡ്സ് ഓഫ് ഡോക്ടേഴ്സും അതുപോലെ ക്ലിനിക്സ് ഒക്കെ വരട്ടെ, വലിയ വലിയ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരട്ടെ, ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരമുള്ള വലിയൊരു ആപ്പായി തീരട്ടെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബിഫോർ വി വൈൻഡ് അപ്പ്, ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിൽ തുടങ്ങുന്ന ഒരാൾ, ഒരു സ്വപ്നമായിട്ട് നടക്കുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ പുതിയൊരു ഐഡിയ ഒരു മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് നല്ല സമയം എടുക്കും അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാനായിട്ട്. അപ്പം അതിൻ്റെ ക്ഷമ വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കറക്റ്റ് നെറ്റ്വർക്കിൽ നിന്ന് വേണം അത് വർക്ക് ചെയ്യാൻ എന്നുള്ളത്. ഇപ്പം നമ്മളുടെ IPL പോലത്തെ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു ഗുണം അതാണ്. നമ്മൾ വളരെയധികം ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ മുനീർക്കയും ഞാനും തമ്മിലുള്ള കണക്ഷൻ, ഇത് ഈ നമ്മളുടെ കോൺവെർസേഷൻ തന്നെ എത്ര പേരിലേക്ക് ഇത് എത്തും, അത് IPയുടെ നെറ്റ്വർക്കിന്റെ ഒരു സ്ട്രെങ്ത്തും കൂടിയാണ്. അതുപോലെ പല കാര്യങ്ങളിലും ഇങ്ങനെയുള്ള കറക്റ്റ് നെറ്റ്വർക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സ്ട്രെങ്ത് നൽകും എന്നുള്ളതാണ് എൻ്റെ. എനിവേ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഗംഭീരാവട്ടെ, ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. കേട്ടല്ലോ. അപ്പോൾ ആരോഗ്യ മേഖലയിൽ UAEയുടെ ഭൂപടത്തിൽ വളരെ കൃത്യമായ ഒരു കയ്യൊപ്പ് ചേർത്തുകൊണ്ടാണ് ഇനിഡോക്ക് മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO
നിജിൽ ഇബ്രാഹിം കുട്ടിയാണ് കൂടെ. വളരെ കൃത്യമായ ദിശാബോധത്തോടു കൂടി, കൃത്യമായ ഒരു വീക്ഷണത്തോടു കൂടി പോകുന്ന ഈ ഒരു സംരംഭം ഇനിയും ഒരുപാട് ആളുകളിൽ ഉഗ്രമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കട്ടെ. സാധാരണ ജനങ്ങൾക്ക് കൃത്യമായ ഒരു ദിശയോട് കൂടി തന്നെ ഫുൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുക്കുന്ന ഈ ഒരു മൊബൈൽ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഇൻഫർമേഷൻ, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിച്ചു കഴിഞ്ഞാൽ അതിലാവശ്യമായ പുരോഗമനമായ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകൾക്ക് തരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും നമ്മളത് മുഖവിലൊക്കെ എടുക്കുന്നതായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ് നിജിൽ. താങ്ക് യു മുനീർക്ക. മുനീർ അൽ വഫ വിത്ത് ലവ്.